Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹൗസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് അല്ല. ഗുഡ് മോർണിംഗ് നിഖിൽ. അല്ല, ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഏറെ ദിവസങ്ങളിൽ നിലനിന്നിരുന്ന ഒരു ഇടിവിന് ശേഷം വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റിവിറ്റി തിരികെ വന്നിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലേക്ക് കടക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നിലവിലിപ്പോൾ വിപണി സ്വീകരിച്ചതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ടേക്ക് ഓവർ ഡാറ്റകളിലേക്കൊക്കെ കടക്കുകയാണെങ്കിൽ ഇന്നലെ ഇപ്പോൾ US വിപണികളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച രീതിയിലുള്ളൊരു പെർഫോമൻസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നാസ്ഡാക്ക് സൂചിക 0.76% നേട്ടം രേഖപ്പെടുത്തുന്നു. S&P 500 0.55%, ഡോ ജോൺസ് സൂചിക 0.63% ഒരു നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ സൂചികകളിലേക്ക് വരികയാണെങ്കിലും ഒരു പോസിറ്റിവിറ്റി തന്നെയായിരുന്നു. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡാക് സൂചിക, ജർമ്മനിയുടെ ഡാക് സൂചിക തുടർച്ചയായിട്ടുള്ള ഒരു ഇടിവിൽ നിന്നും ഏകദേശം 1.25%ഉള്ളൊരു നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. ഗ്ലോബലി പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോഴും നിലനിന്നിരുന്ന ആ ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ ടെൻഷൻ നിലവിലിപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതായത് റസൽ 200 സൂചിക പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. US പ്രധാനപ്പെട്ട ഓഹരികളായ മെറ്റ, ടെസ്ല ഓഹരികൾക്കൊക്കെ തന്നെ വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ബ്രണ്ട് ഓയിൽ പരിശോധിക്കുമ്പോൾ ഏകദേശം 1.7% ഒരു കുറവുണ്ടാകുന്നു. അതായത് ഗ്രീൻലാൻഡ് സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഡിസോൾവ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. എന്നാലും നാറ്റോയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ആർട്ടിക് റീജിയനിലുള്ള സെക്യൂരിറ്റിയൊക്കെ തന്നെ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ട് നാറ്റോ തയ്യാറെടുക്കുന്നു എന്നൊരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ യൂറോപ്യൻ യൂണിയൻ നിലവിലിപ്പോൾ US ട്രേഡ് ഡീലിനെതിരെ ഇപ്പോഴും നിലകൊള്ളുന്നു. അതിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴും പുറകോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു അൺസർട്ടനിറ്റി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് കൂടുതലായിട്ട് ഏത് രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കും, ഒരു റീറ്റാലിയേറ്ററി നടപടി US ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകുമോ എന്നൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അൺസർട്ടനിറ്റി ചില രീതിയിൽ മാറി എന്ന് പറയുമെങ്കിൽ പോലും മുഴുവനായിട്ടും വിട്ടുമാറിയിട്ടില്ല. ആഭ്യന്തര വിപണി പരിശോധിക്കുകയാണെങ്കിലും മുഴുവനായിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തകളുമല്ല കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. അങ്ങനെ ഈ ഒരു ആഴ്ചയിലെ അവസാന ഒരു ട്രേഡിംഗ് ദിനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വ്യൂ എന്താണ്? നിഖിൽ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മാർക്കറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഡൊമസ്റ്റിക് ഫാക്ടേഴ്സിനെക്കാളൊക്കെ ഉപരി ഡൊമസ്റ്റിക് ഫാക്ടേഴ്സിനും പ്രത്യേകിച്ചും ഈ ഒരു ക്വാർട്ടർലി നമ്പേഴ്സൊക്കെ വരുമ്പോഴേക്കും കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ, അതിപ്പം നിഫ്റ്റി 50 ഉൾപ്പെട്ടുള്ള കമ്പനികൾ റിസൾട്ട് വന്നാലും ശരി, അങ്ങനത്തെ ഒരു ട്രെൻഡാണ് റീസെൻ്റ് ആയിട്ട് കാണുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ട്രംപും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകളും ഒക്കെ തന്നെയാണ് വിപണിക്ക് നിർണായകമായിരിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ നോക്കുമ്പോഴേക്കും ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും 20,300 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻഡെക്സിന് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതായത് വീണ്ടും അതിൻ്റെ ഒരു 200 ഡേ മൂവിങ് ആവറേജ് ലെവലിന് മുകളിലേക്ക് ഉയരാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇനി ഇപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം 25,400 മുതൽ 450 വരെയുള്ളൊരു റേഞ്ച് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ഇന്നൊരു ക്ലോസിംഗ് നടക്കുമോ എന്നുള്ളതായിരിക്കും ഇന്നിപ്പോൾ വിപണിയും നിക്ഷേപകരും ഒരുപോലെ ഉറ്റുനോക്കുന്നത്. കാരണം ഒരു ലോങ് വീക്കെൻഡിലേക്കാണ് കിടക്കുന്നത്. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ മൺഡേ മാർക്കറ്റ് അവധിയായിരിക്കും. സോ ഒരു ലോങ് വീക്കെൻഡിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്ത് എത്രത്തോളം ക്ലോസ് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് കഴിയുമെന്നുള്ളതായിരിക്കും ഇനി വരുന്ന വീക്കിൽ വിപണിയെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു സെൻറ്റിമെൻറ്റ്സിനെ ഡയറക്റ്റ് ചെയ്യുക എന്നാണ് പറയുക. ഏതായാലും ഇന്നിപ്പോൾ 20,299 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. വളരെ ഫ്ലാറ്റ് ആയൊരു ടോൺ, വളരെ മാസീവായിട്ടുള്ളൊരു ബൈയിങ്ങോ അല്ലെങ്കിൽ ഹെവി വോളിയത്തിലുള്ളൊരു ട്രേഡിങ്ങോ അല്ല കാണുന്നത്. വളരെ ഫ്ലാറ്റിഷ് ആ ഒരു ടോണിലാണ് കാണുന്നത്. അതേസമയം നേരത്തെ ഇപ്പോൾ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വലിയ തോതിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഡൗ ജോൺസിലേക്കൊക്കെ എത്തുമ്പോഴേക്കും കഴിഞ്ഞ ചൊവ്വാഴ്ച ഓൾമോസ്റ്റ് ഒരു 900 പോയിൻറ്റ്സിനടുത്തൊരു ഇടിവ് രേഖപ്പെടുത്തിയത് ഈ ഒരു 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാനായിട്ട് ഡൗ ജോൺസിന് സാധിച്ചിട്ടുണ്ട്. പൊതുവേ ഇൻ്റർനാഷണൽ മീഡിയാസ് ഒക്കെ അതിനെ സൂചിപ്പിച്ചിരിക്കുന്നത് ടാക്കോ അഥവാ ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്ന രീതിയിൽ അതിൻ്റെ ഒരു എഫക്റ്റ് മാത്രമായിരുന്നു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങളിൽ കണ്ടതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. സോ ആ ഡൗ ജോൺസിലും S&P 500 നാസ്ഡാക്കിലും അടക്കം നമുക്കൊരു മുന്നേറ്റം കാണുന്നുണ്ട്. ഏഷ്യൻ സൂചികകളിലാണെങ്കിലും ശരി ഇന്ന് നമുക്കൊരു മുന്നേറ്റമാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആനുപാതികമായിട്ട് ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നമുക്ക് ഇന്നിപ്പോൾ വിപണിയിൽ കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ IT സൂചികയും അതിനോടൊപ്പം തന്നെ മെറ്റൽ സൂചികയും വളരെ ശക്തമായിട്ട് തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം മെറ്റലിനെ സംബന്ധിച്ചൊരു പരിശോധിച്ച്
പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഈ ഒരു ആഗോളതലത്തിൽ നിൽക്കുന്ന അനിശ്ചിതാവസ്ഥകളെയൊക്കെ കണക്കിലെടുക്കുമ്പോഴേക്കും വലിയ തോതിൽ മുന്നേറാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ സാഹചര്യമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ഓൾ ടൈം ഹൈ ലെവലിന് അടുത്തേക്ക് തിരികെ എത്തുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഇടയിൽ ഒരു 3 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടിരുന്നു എങ്കിൽ പോലും ആ പ്രോഫിറ്റ് ടേക്കിങ്ങിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് റീബൗണ്ട് ചെയ്യാനായിട്ട് ഇൻഡെക്സിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, മെറ്റൽ സൂചിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ഓൾമോസ്റ്റ് ഒരു 120 പോയിൻറ്റ്സിന് മുകളിലുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ നിഫ്റ്റി മെറ്റൽ സൂചികയിൽ കാണുന്നത്. ഇനി IT ഇൻഡെക്സിലേക്ക് വരികയാണെങ്കിൽ IT സംബന്ധിച്ചിട്ടും ഒരു 150 പോയിൻറ്റ്സിലൊരു മുന്നേറ്റമാണ് IT സൂചികയിൽ കാണുന്നത്. പക്ഷേ ഹൈ ലെവൽസിൽ ഒരു സെല്ലിംഗ് പ്രഷർ IT സൂചികയും പലപ്പോഴും നേരിടുന്നുണ്ട് എന്ന് തന്നെ പറയാം. ആ ഒരു മൊമെൻറ്റം കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ മെറ്റൽ സൂചിക ലോ ലെവലിൽ നിന്ന് വീണ്ടും ഒരു ബൈയിങ് കടന്നു വന്നുകൊണ്ട് ഒരു ഹൈ ലെവൽസിലേക്ക് കുതിക്കുന്ന തരത്തിലൊരു കാഴ്ച നമുക്ക് IT ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നില്ല. പിന്നീട് നമുക്ക് എടുത്തു പറയത്തക്കുള്ള ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്നത് ബ്രോഡർ മാർക്കറ്റിലാണ്. മീഡിയ സൂചികയിലും റിയൽറ്റി സൂചികയിലുമാണ്. മീഡിയയെ സംബന്ധിച്ചും റിയൽറ്റിയെ സംബന്ധിച്ചിട്ടും നോക്കുമ്പോഴേക്കും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല അനലിസ്റ്റുകളും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ടെക്നിക്കലി വളരെ വീക്കായ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്ന 2 ഇൻഡെക്സുകളാണ് നിഫ്റ്റിയുടെ റിയൽറ്റി സൂചികയും ഒപ്പം തന്നെ നിഫ്റ്റിയുടെ മീഡിയ സൂചികയും എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു റീബൗണ്ടിങ്ങിന് ശ്രമിക്കുമെങ്കിൽ പോലും പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ആ ഒരു നേട്ടം എല്ലാം തന്നെ കൈവിട്ടുകൊണ്ടുള്ള ഒരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. മീഡിയയിൽ ഇന്നലെ ഏകദേശം ഒരു 2% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസിംഗ് വന്നിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഹൈ ലെവൽസിലേക്ക് ഉയർന്നുവെങ്കിൽ പോലും ഹൈ ലെവൽസിൽ വളരെ ഹെവി ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷറാണ് നേരിട്ടിരിക്കുന്നത്. റിയൽറ്റിയിലും സമാനമായിട്ടുള്ളൊരു സ്ഥിതി തന്നെയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ജനുവരി ആരംഭിച്ചതിന് ശേഷം പരിശോധിക്കുമ്പോഴേക്കും റിയൽറ്റി സൂചികയിലും പൊതുവെ റിയൽറ്റി ഓഹരികളിലും ഒന്നും നമുക്ക് കാര്യമായിട്ടുള്ള ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണാൻ സാധിച്ചില്ല. ചില പോക്കറ്റ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചില വാല്യൂ ഇൻവെസ്റ്റിങ്ങുള്ള അവസരങ്ങളും അതിനോടൊപ്പം തന്നെ ചില ഓഹരികളിൽ ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ റിയൽറ്റി സെക്ടർ അല്പം ഇടിവിലാണ് എന്ന് തന്നെ പറയാം. ഏതായാലും ധാരാളം പ്രേക്ഷകർ നമ്മളോട് 2 ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് സൂരജ് സാർ എവിടെ എന്നുള്ളത്. സാർ തീർച്ചയായിട്ടും നമ്മുടെ ബഡ്ജറ്റ്, അതായത് മൈഫിൻ TV-യുടെ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് വളരെ വിപുലമായിട്ടുള്ള പ്രോഗ്രാംസാണ് ഞങ്ങൾ എത്തിക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള ചില ഷൂട്ടിൻ്റെയും മറ്റു കാര്യങ്ങളുമായിട്ട് അദ്ദേഹം തിരക്കിലാണ്. ചൊവ്വാഴ്ച അദ്ദേഹം വീണ്ടും തിരികെ എത്തും. അദ്ദേഹത്തിന് മറ്റ് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിപാടികളിലാണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത്. ഏതായാലും അതിനുള്ള ഉത്തരം തന്നെ നൽകിയിരിക്കുകയാണ്. ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്നിപ്പോൾ നോക്കുമ്പോഴേക്കും നിഖിൽ ഇപ്പോൾ മറ്റ് ഇൻഡെക്സുകളൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു മെറ്റലും അതിനോടൊപ്പം തന്നെ IT മാറ്റി നിർത്തിക്കുന്ന മറ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? അല്ല, മെറ്റലും IT മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിലവിലിപ്പോൾ മീഡിയയെ സംബന്ധിച്ചിടത്തോളം അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുന്നുണ്ട്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് നിലവിലിപ്പോൾ റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളമാണ്. മീഡിയയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയതിന് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ്. എന്നാൽ റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം 1% ഇടിവ് റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നും നേരിടേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് ഒട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനികൾക്കൊന്നും തന്നെ സാധിച്ചിട്ടില്ല എന്നതായിരുന്നു റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം. അതിൽ തന്നെ ഒബ്രോയ് റിയൽറ്റി പോലുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും പാദഫലം വന്നതിൻ്റെ അന്നേ ആ ദിവസം തന്നെ ഏകദേശം 8%-ഉള്ള ഒരു വീഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. പ്രസ്റ്റീജ് എസ്റ്റേറ്റ്സ് പരിശോധിക്കുകയാണെങ്കിലും സമാനമായ രീതിയിലായിരുന്നു. ഇന്നിപ്പോൾ DLF പരിശോധിക്കുകയാണെങ്കിലും കമ്പനിയുടെ നമ്പേഴ്സ് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ വർധനവുണ്ടാകുന്നുണ്ട്, റവന്യൂവിൽ ഒരു വർധനവുണ്ടാകുന്നുണ്ട്. ഏകദേശം 0.5% മുകളിലുള്ളൊരു നേട്ടമാണ് നിലവിലിപ്പോൾ 0.5% ഒരു ഇടിവാണ് രേഖപ്പെടുന്നത്. അതായത് റിയൽറ്റി മേഖലയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആകും എന്ന് വിചാരിച്ചിരുന്ന ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പ്രീ സെയിൽസ് മെച്ചപ്പെടുമെന്നുള്ളതും കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ മെട്രോപൊളിറ്റൻ റീജിയൻസിലുള്ള സെയിൽസ് വർദ്ധിക്കും, കൂടാതെ വരികയാണെങ്കിൽ ലക്ഷറി സെഗ്മെൻറ്റിലുള്ള പെർഫോമൻസ് വർദ്ധിക്കും എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഇതൊക്കെ തന്നെ അസ്ഥാനത്താകുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു പാദഫലത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നത്. അതായത് നമ്മൾ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന എല്ലാ ടെയിൽവിൻസും തന്നെ പാടെ ഇല്ലാതാകുന്നതായിരുന്നു റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം. അതിപ്പോൾ നിലവിലിപ്പോൾ ഈ ഒരു വീക്ക് പരിശോധിക്കുകയാണെങ്കിലും നിഫ്റ്റി റിയൽറ്റി വലിയ രീതിയിലേക്കുള്ള ഒരു ഇടിവിലേക്ക് നയിച്ചിരിക്കുന്നു. ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും പല ഓഹരികളും വലിയ രീതിയിൽ തന്നെ കറക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതിനുള്ള നേരത്തെ മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ മെറ്റലിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുമ്പോൾ മെറ്റലിൻ്റെ എസ്പെഷ്യലി ഹിന്ദുസ്ഥാൻ സിങ്കിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം നമ്മൾ ഈ ഒരു
ഒരു സമയം തന്നെ സംസാരിക്കുമ്പോൾ ഏകദേശം ഒരു 6% ഇടിവായിരുന്നു ഹിന്ദുസ്ഥാൻ സിങ്ക് രേഖപ്പെടുത്തിയത്. അതായത് ഒരു ഗ്ലോബലി ഉള്ള ഒരു ടെൻഷൻ മാറുന്നു, റിസ്ക് പ്രീമിയം കുറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ സിൽവറിൻ്റെ ഒക്കെ തന്നെ പ്രൈസിൽ വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പ്രൈസിൽ ഇടിവുണ്ടായിട്ടുണ്ടായിരുന്നു. ETF-കളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഏകദേശം 24% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചു കയറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഏകദേശം ഒരു 10% മുതൽ 14% വരെയുള്ള ഒരു നേട്ടം പല ETF-കളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ഹിന്ദുസ്ഥാൻ സിങ്കിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 4.25% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതായത് ഇന്നലത്തെ ആ ഒരു റിക്കവറി ഇന്നലെ കമ്മോഡിറ്റീസിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് വിപണിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ നിലവിൽ കോൺഫിഡൻസ് ഇപ്പോഴും കുറവാണ് എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് നൽകുന്നത്. അതായത് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിക്കുന്നു. ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുകയും വിപണി താഴോട്ട് പോവുകയും ചെയ്യുന്നു. അതിനുശേഷം പരിശോധിക്കുകയാണെങ്കിൽ സമാനമായിട്ട് ഒരു ETF-കളിലേക്കും മറ്റ് കമോഡിറ്റീസ് സെഗ്മെൻറ്റുകളിലേക്കും വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വരുന്നു. അതായത് ഇൻട്രാഡേയിൽ 24% ഇടിവിലേക്ക് പോയിരുന്ന ETF-കളിലേക്കൊക്കെ തന്നെ 14%-ഓളമുള്ളൊരു ബൈയിങ് ഇൻട്രസ്റ്റ്, അതായത് ഒരു വാല്യൂ ബൈയിങ് നിലവിലിപ്പോൾ വ്യക്തമായ രീതിയിൽ ETF-കളിൽ നടക്കുന്നു. ഒരുപാട് പേര് ഇപ്പോഴും സിൽവർ ആയാലും ഗോൾഡ് ആയാലും ഒരു സേഫ് ഹാവനായിട്ട് കരുതുന്നു. അതിനുള്ള കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മോണിറ്ററി തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ, വേൾഡ് മോണിറ്ററി തലത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അത്ര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല. ഗവൺമെൻറ് തലത്തിൽ പരിശോധിക്കുകയാണെങ്കിലും പല പ്രധാനപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള കാരണങ്ങളൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ഒരു അൺസർട്ടനിറ്റി സൃഷ്ടിക്കുന്നു. ഈ ഒരു അൺസർട്ടനിറ്റി ഒക്കെ തന്നെ ഒരു പ്രീമിയം നൽകുന്നതായിട്ട് കൂടിയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രീമിയത്തിന് ഒരു മാറ്റം വരണമെങ്കിൽ നിലവിലിപ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി ലോകത്തെ മോണിറ്ററി പോളിസികളെ സംബന്ധിച്ചിടത്തോളം, ഫിസ്ക്കൽ പോളിസികളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാമർശം പരിശോധിക്കുകയാണെങ്കിൽ US ഫെഡ് ചെയർമാന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നിലവിലിപ്പോൾ US ഫെഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഗവൺമെൻറ്റുകളുടെ ഒന്നും തന്നെ ഒരു ഇൻട്രസ്റ്റിന് വഴങ്ങാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം എപ്പോഴും ഫെഡ് തീരുമാനമെടുക്കാൻ എന്നുള്ളത് പല എക്കണോമിസ്റ്റുകളൊക്കെ തന്നെ പല തവണ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ വിചാരിച്ച രീതിയിലുള്ള ഒരു എക്കണോമിക് ഡെവലപ്മെൻ്റ് ആയാലും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാകൂ. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് നിലവിലിപ്പോൾ കമ്മോഡിറ്റീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയിലുള്ള ഒരു പ്രീമിയം നൽകുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. കൂടാതെ മെറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു നേട്ടമാണെങ്കിലും നിലവിലിപ്പോൾ നോൺ ഫെറസ് മെറ്റൽസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി സ്റ്റീലിലേക്കൊക്കെ വരികയാണെങ്കിൽ നിലവിലിപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. അത് പരിശോധിക്കുമ്പോൾ നിലവിലിപ്പോൾ ലോക്കലി പരിശോധിക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക്കലി സ്റ്റീലിനൊക്കെ തന്നെ ഒരു പ്രൈസ് കുറയുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഡിമാൻഡ് വേണ്ട രീതിയിൽ സ്റ്റീൽ പ്രൊഡക്റ്റുകൾക്ക് നിലവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. എന്നാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ നിർമ്മിക്കുന്നതിനുള്ള ഒരു ചിലവ് വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് എസ്പെഷ്യലി ഈ നോൺ ഫെറസ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന കമ്പനികൾ, ടാറ്റ സ്റ്റീൽ അടക്കമുള്ള, ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ അടക്കമുള്ള, JSW സ്റ്റീൽ അടക്കമുള്ള കമ്പനികൾക്കൊക്കെ തന്നെ ഒരു തിരിച്ചടിയാകും. വരും പാദത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനികളുടെ ഒക്കെ തന്നെ പ്രോഫിറ്റ് മാർജിനിലേക്കും ഒരു ഇടിവിനുള്ള ഒരു കാരണം കൂടിയായിട്ടും ഇത് മാറും എന്നൊരു കാര്യം കൂടിയാണ് നിലവിലിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിലവിലിപ്പോൾ ടാറ്റ സ്റ്റീൽ അടക്കമുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഭേദപ്പെട്ട ഒരു പ്രകടനം തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിലവിൽ ബ്രോക്കറേജസുകളുടെ വ്യൂ പോയിന്റ് പരിശോധിക്കുകയാണെങ്കിലും വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലേക്ക് എല്ലാ ബ്രോക്കറേജസുകളും മാറുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഓഹരി അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിലും ഭേദപ്പെട്ട ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു മികച്ച പ്രകടനം തന്നെ രേഖപ്പെടുത്തുന്നതായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ നാലാം പാദത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മാർജിൻസിൽ ചെറിയ രീതിയിലുള്ള ഒരു ഇടിവ് നിലവിലിപ്പോൾ മെറ്റൽ, എസ്പെഷ്യലി സ്റ്റീൽ ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റൽ കമ്പനികൾ നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടാതെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലുണ്ടാകുന്ന ഈ ഒരു പ്രീമിയം അല്ലെങ്കിൽ ഈ ഒരു മാർജിൻ എന്ന് പറയുന്നത് നിലവിലിപ്പോൾ ഇമ്പോർട്ട്, അതായത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ചൈനയിൽ നിന്നുള്ള ഒരു ഇമ്പോർട്ട് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സേഫ് ഡ്യൂട്ടിയൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതാണ് ഈ രീതിയിലുള്ള ഒരു പ്രീമിയം നൽകിയിട്ടുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നതും. എന്നാൽ ചൈനയായിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു പ്രൈസ് അഡ്വാൻറ്റേജ് നമുക്കിപ്പോൾ നിലവിൽ നിലനിൽക്കുന്നില്ല എന്നൊരു ഫാക്ടർ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഒക്കെ തന്നെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുക എന്നതാണ് നിലവിലിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കാനും എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ നിലവിലിപ്പോൾ മെറ്റൽ മേഖലയിൽ നടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കമ്പനികളുടെ ഭാഗത്തു നിന്നാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാലും നിലവിലിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ വേണ്ടത് എന്നൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ സൂചിപ്പിക്കാനായിട്ടും ഉള്ളതല്ല.
അതിൽ നിഖിൽ പറഞ്ഞതുപോലെ തന്നെ മെറ്റൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇന്നിപ്പോൾ ഈ ഒരു റീസെൻ്റായിട്ട് നോക്കുമ്പോഴേക്കും വലിയ തോതിൽ ഒരു ഹോട്ട് ടോപ്പിക്കായിട്ട് നിൽക്കുന്നത് ഇന്ത്യ EU ട്രേഡ് ഡീൽ തന്നെയാണ്. അതായത് ജനുവരി 27 കൂടി സൈൻ നടക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ പ്രകാരം EUവിൻ്റെ ഭാഗത്ത് നിന്നും ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് മേലൊരു ഇരുട്ടടി വന്നിരിക്കുകയാണ്. അതായത് ജനറലൈസ്ഡ് സ്കീം ഫോർ പ്രിഫറൻസസ്, അത് GSP ബെനിഫിറ്റ്സ് ഇന്ത്യൻ എക്സ്പോർട്സിന് മേൽ, ഇന്ത്യയിൽ നിന്ന് EUയിലേക്ക് യൂറോപ്യൻ യൂണിയനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്മോഡിറ്റിക്ക് മേൽ പിൻവലിച്ചിരിക്കുന്നു എന്നൊരു അപ്ഡേഷൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 2026 ജനുവരി 1 മുതൽ ഓൾറെഡി എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു FTA, ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു നടപടിയിലേക്ക്. ഇത് ശരിക്കും 2025 ഇത്തരം ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇത്ര വളരെ ശക്തം ഈ FTAയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ തോതിൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായത്. പക്ഷേ EUവിൻ്റെ ഭാഗത്തു നിന്നും അത്തരം ഒരു അല്ലെങ്കിൽ ആ ഒരു GSP സസ്റ്റെയിൻ ചെയ്യാനായിട്ട് വേണ്ടുന്ന നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും നിലവിലത്തെ ഒരു കണക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും ഇന്ത്യ യൂറോപ്യൻ യൂണിയനിലേക്ക് എക്സ്പോർട്ട് ചെയ്തതിൽ 87% ഉൽപ്പന്നങ്ങൾക്കും ഇപ്പോൾ ഈ ഒരു GSP പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഓൾറെഡി ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും യൂറോപ്യൻ യൂണിയൻ്റെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ തന്നെ ചില ടാക്സ് എക്സംഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രധാനമായിട്ടും പരിശോധിക്കുമ്പോഴേക്കും പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ്, അതിനോടൊപ്പം തന്നെ ടെക്സ്റ്റൈൽ പോലെയുള്ള മേഖലകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു GSP പരിശോധിക്കുമ്പോഴേക്കും സാധാരണഗതിയിൽ ഇപ്പോൾ മോസ്റ്റ് ഫേവേർഡ് നേഷന് 12% ഡ്യൂട്ടിയാണ് നൽകേണ്ടി വരുന്നതെങ്കിൽ ഇന്ത്യക്ക് ഈ ഒരു GSP നിലനിന്നിരുന്നൊരു സമയത്ത് 9.6% ഇമ്പോർട്ട് ഡ്യൂട്ടി മാത്രം നൽകിയാൽ മതിയായിരുന്നു. ഇപ്പോൾ അത് പിൻവലിച്ചതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുള്ള 12% ഡ്യൂട്ടി ഇമ്പോസ് അല്ലെങ്കിൽ ഡ്യൂട്ടി നൽകേണ്ടുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. ഇത് തീർച്ചയായിട്ടും വിയറ്റ്നാം, ബംഗ്ലാദേശ് പോലെയുള്ള ഇപ്പോഴും ഈ ഒരു GSPയുടെ ബെനിഫിറ്റ്സ് അനുഭവിക്കുന്ന മറ്റ് കോമ്പറ്റീറ്റേഴ്സ് രാജ്യങ്ങൾക്ക് അതൊരു ബെനിഫിറ്റായിട്ട് മാറും. ഇന്ത്യയുടെ എക്സ്പോർട്സിനെ അത് കുറച്ചു കാലത്തേക്കെങ്കിലും നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു സെക്ടർ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സെക്ടർ പരിശോധിക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ ആൻഡ് ഗാർമെൻറ്റ് സെക്ടറിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രൈമറി ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുക എന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ, കെമിക്കൽസ്, അയൺ ആൻഡ് സ്റ്റീല്, മെഷീനറി ആൻഡ് ഇലക്ട്രിക്കൽ ഗുഡ്സ് തുടങ്ങിയവയായിരിക്കും പ്രധാനമായിട്ടും ഈ ഒരു GSP പിൻവലിച്ചതോടുകൂടി ഉയർന്ന താരിഫ് നേരിടേണ്ടി വരിക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി മറ്റ് ഡീറ്റെയിൽസ് കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു GSPയോടൊപ്പം തന്നെ EUവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, അതായത് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് കൂടുതലായിട്ട് കാർബൺ എമിഷൻ നടത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ കൂടുതൽ ഇമ്പോർട്ട് ഡ്യൂട്ടി നൽകേണ്ടി വരും. അത്ര ഉയർന്ന സ്റ്റാൻഡേർഡ്, അതായത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഫെസിലിറ്റീസും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സും യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് കുറഞ്ഞ താരിഫ് നൽകിയാൽ മതിയാകും. പക്ഷേ നിലവിൽ ഇന്ത്യയുടെ ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ത്യയുടെ ആ ഒരു EUയുടെ ഈ ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു CBAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിലവിൽ ഇന്ത്യൻ കമ്പനികൾക്ക് ബുദ്ധിമുട്ടാണ്. സോ ഒരു ഡബിൾ ഹിറ്റാണ്, അതായത് GSP പിൻവലിച്ചതും അതിനോടൊപ്പം തന്നെ ഈ ഒരു കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിൻ്റെ ഒരു താരിഫും കൂടി വരുമ്പോഴേക്കും ഒരു ഡബിൾ ഹിറ്റാണ് ഇന്ത്യൻ കമ്പനികൾ, പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനികൾ നേരിടേണ്ടി വരിക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതൊരു പുതുമയുള്ളൊരു കാര്യം മാത്രമല്ല, ഒരു ഗ്രാജുവേഷൻ, അതായത് ഒരു ലീഗലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പക്ഷേ ഈ ഒരു ഇത് ലീഗലി ബേസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ പോലും FTA പോലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള, ഒരുപക്ഷെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് ഒരുപാട് പേർ വിശേഷിപ്പിച്ച് ആ ഒരു വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഈ ഒരു സമയത്താണ് ഇത്തരം ഒരു നടപടിയിലേക്ക് യൂറോപ്യൻ യൂണിയൻ നീങ്ങിയത് എന്നുള്ളതാണ് എക്സ്പോർട്ടേഴ്സിനെ സംബന്ധിച്ചിട്ടൊരല്പം ആശങ്ക പടർത്തുന്നത്. കാരണം ഇൻ കേസ് ഇപ്പോൾ ജനുവരി 27 FTA യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്താൽ പോലും അതിൻ്റെ കാലാവധി, അത് എക്സിക്യൂട്ട് ചെയ്ത് വരാനായിട്ട് സമയമെടുക്കും. ഏകദേശം അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും അതിൻ്റെ യഥാർത്ഥ ബെനിഫിറ്റ്സ് ലഭിച്ചു തുടങ്ങാനായിട്ട് സമയമെടുക്കുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു വർഷ കാലയളവിലേക്ക് ഈ രണ്ട് ഡ്യൂട്ടികളും തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്പനികൾ ബെയർ ചെയ്യേണ്ടി വരും. അത് ഇന്ത്യൻ എക്സ്പോർട്ടിനെ, യൂറോപ്യൻ യൂണിയനിലേക്കുള്ളൊരു എക്സ്പോർട്ടിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ടും
മറ്റ് ഡീറ്റെയിൽസ് കൂടി പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു കമ്പനിയുമായി ബന്ധം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ള ലിസ്റ്റ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗോകുൽദാസ് എക്സ്പോർട്ടേഴ്സാണ് അതിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് ഇപ്പോൾ അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്ന ഒരു കമ്പനി എന്ന് പറയുന്നത്. കാരണം ഗോകുൽദാസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അവരുടെ ഒരു പ്രൊഡക്ഷൻ്റെ വലിയൊരു മാർജിൻ അല്ലെങ്കിൽ വലിയ തോതിൽ എക്സ്പോഷർ ഉള്ള ഒരു കമ്പനി കൂടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗോകുൽദാസ് എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് വലിയ തോതിൽ കമ്പനിക്ക് നെഗറ്റീവായിട്ട് മാറും. ഒപ്പം തന്നെ KPR മിൽസ് എന്നൊരു ഓഹരിയിലും അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്കും ഇത് നെഗറ്റീവായിട്ട് വന്നേക്കുമെന്ന് കൂടിയാണ് സൂചിപ്പിച്ചത്. ഏകദേശം 2% മുതൽ 3% വരെ മാർജിനിൽ ഇടിവ് ഈ കമ്പനികൾ നേരിടേണ്ടി വന്നേക്കാം എന്നുകൂടിയാണ് പല കണക്കുകളും സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി മെറ്റൽസ് ആൻഡ് കെമിക്കൽ സെഗ്മെൻറ്റിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ തുടങ്ങിയവയായിരിക്കും പ്രൈമറിലി ആയിട്ട് ഈ ഒരു തീരുമാനം കൊണ്ട് ഒരു ഹിറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യുക എന്നുകൂടിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു GSP റിമൂവലിനോടൊപ്പം തന്നെ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് കാർബൺ ടാക്സ് ആണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിലത്തെ ഒരു ഫെസിലിറ്റീസിനനുസരിച്ചിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ ആ ഒരു കാർബൺ ടാക്സിൻ്റെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ നടത്താനുള്ളൊരു കപ്പാസിറ്റിയിലേക്ക് ഇന്ത്യൻ കമ്പനികൾ ഉയർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിട്ട് വലിയ തോതിൽ എക്സ്പോഷർ ഉള്ള ഒരു കമ്പനി കൂടിയാണിത്. സോ ഈ രണ്ട് കമ്പനി JSW സ്റ്റീലും ടാറ്റ സ്റ്റീലും ഈ നടപടിയിലൂടെ ഒരുപക്ഷെ അവരുടെ മാർജിന് സമ്മർദ്ദം നേരിട്ടേക്കാം എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള കമ്പനികളായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് കൂടി നമുക്ക് അടുത്തതായിട്ട് ബഡ്ജറ്റ് സംബന്ധിച്ചിടത്തോളമുള്ള ചില അപ്ഡേഷൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ മിറായ് അസറ്റിലെ സോമിൽ മെഹ്ത്ത ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ലോങ് ടേമിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ട്രക്ചറൽ സ്റ്റോറി വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഡെമോഗ്രാഫിക്സ് പരിശോധിക്കുകയാണെങ്കിലും രാജ്യത്ത് നടക്കുന്ന ഡിജിറ്റലൈസേഷൻ പരിശോധിക്കുകയാണെങ്കിലും മാനുഫാക്ചറിംഗ് ഒക്കെ തന്നെ വളരെ മികച്ച രീതിയിലാണ് നടക്കുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന FPI സെല്ലിംഗ്, റിച്ചായിട്ടുള്ള വാലുവേഷൻ, രൂപയുടെ ഇടിവും ഗ്ലോബൽ റിസ്കുകളുമാണ് നിലവിൽ ഇപ്പോൾ വിപണിയെ താഴോട്ട് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഒരു യൂണിയൻ ബഡ്ജറ്റിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേഖലകളും ഓഹരികളും പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് ഡിഫൻസ് മേഖലയിൽ നിന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, BEL, ഭാരത് ഫോർജ് എന്നീ പറയുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഗവൺമെൻറ് ഡിഫൻസ് മേഖലയിലേക്കുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഏകദേശം 10% മുതൽ 15% വരെ വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കൂടാതെ മെയ്ക്ക് ഇൻ ഇന്ത്യ വഴി രാജ്യത്തിൻ്റെ അകത്ത് തന്നെ കൂടുതൽ നിർമ്മാണം നടത്താനും എക്സ്പോർട്ടിനൊക്കെ തന്നെ കൂടുതൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും നിലവിലിപ്പോൾ ഡിഫൻസ് മേഖലയിൽ നിന്ന് വരാനുള്ള ഒരു സാധ്യത വർദ്ധിച്ചു വരികയാണ്. ഓട്ടോ മേഖലയിൽ പരിശോധിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലായിരിക്കും കൂടുതൽ ഒരു സഹായം ലഭിക്കാനുള്ളത്. അതായത് PM E-ഡ്രൈവ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി E-ഡ്രൈവ് എന്ന് പറയുന്ന പദ്ധതിയുടെ ഒരു എക്സ്റ്റൻഷൻ നടക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, TVS, ലൂമാക്സ് ഓട്ടോ, FIAM എന്നീ പറയുന്ന കമ്പനികൾക്കൊക്കെ തന്നെ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാകും. ഇലക്ട്രിക് വെഹിക്കിൾസിൽ കൂടുതൽ ഇൻസെൻറ്റീവുകളും ഈ ഒരു ബജറ്റിൻ്റെ ഭാഗമായിട്ട് പ്രതീക്ഷിക്കാം എന്നൊരു വ്യൂ പോയിന്റ് കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. കൺസംഷൻ മേഖലയിൽ വന്നിരിക്കുകയാണെങ്കിൽ ഒരു വൊളറ്റൈലായിട്ടുള്ള ഒരു മാർക്കറ്റിൽ പൊതുവെ കൺസംഷൻ മേഖല അഥവാ FMCG സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു മേഖലയായിട്ടാണ് കണക്ക് നമ്മളെപ്പോഴും പറയാറുള്ളത്. എന്നാൽ നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു പാദഫലത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കറക്ഷൻ നേരിട്ടിരിക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺസംഷൻ മേഖല തന്നെയായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരിച്ച ഒരു രീതിയിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്ന ഒരു രീതിയിൽ GST റാഷണലൈസേഷൻ നടത്തിയതിനു ശേഷം ഒരു കൺസംഷനിലും ഡിമാൻഡിലും ഒന്നും തന്നെ പ്രധാനമായിട്ടുള്ള ഒരു വർധനമുണ്ടായിരുന്നില്ല. അതായത് റൂറൽ റിക്കവറി പ്രതീക്ഷിച്ച രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബജറ്റിൽ നിലവിലിപ്പോൾ റൂറൽ റിക്കവറിക്കായാലും അർബൻ മേഖലയിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടെ പ്രീമിയമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെയൊക്കെ തന്നെ ഡിമാൻഡ് വർധനവിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ഒരു മേഖലയായിട്ട് തന്നെ FMCG കാണാൻ വേണ്ടിയിട്ടും സാധിക്കാം. ഈ മേഖലയിൽ നിന്നും ബ്രിട്ടാനിയ, നെസ്ലെ എന്നീ പറയുന്ന ഓഹരികൾക്ക് ഒരു മികച്ച പ്രകടനവും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കാം. അടുത്തായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻഡസ്ട്രിയൽസിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അലോക്കേഷൻ നടത്തി വന്നിരിക്കുന്ന ഒരു മേഖലയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് റോഡ് ഗതാഗതമായാലും സമാനമായിട്ട് റെയിൽവേ ആയാലും ഒക്കെ തന്നെ വലിയ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ L&T, ഹിറ്റാച്ചി എനർജി, വെർണോവ, T&D എന്നീ പറയുന്ന മേഖലകൾക്കൊക്കെ തന്നെ നിലവിലിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ നിന്നും ഇൻഡസ്ട്രിയൽ മേഖലയിൽ നിന്നും പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ ഒരു ഭേദപ്പെട്ട പ്രകടനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ബജറ്റിന് ശേഷം സാധിക്കും. ഇൻഷുറൻസ് മേഖല പരിശോധിക്കുക
പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണെങ്കിൽ പോലും ഇൻഷുറൻസ് പെനട്രേഷൻ നിലവിൽ നമ്മുടെ രാജ്യത്ത് വളരെ കുറഞ്ഞ ഒരു നിരക്കിലാണ് നിലനിൽക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ചികിത്സയ്ക്കടക്കം തന്നെ ചിലവുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സിനാരിയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നിലവിലിപ്പോൾ ഇൻഷുറൻസിനെ കുറച്ചുകൂടി ജനറലൈസ് ചെയ്യാനും അത് രാജ്യം എമ്പാടും എത്തിക്കാൻ വേണ്ടിയിട്ടുമൊക്കെയുള്ള പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എസ്പെഷ്യലി ലൈഫ് ഇൻഷുറൻസ് മേഖലയിലായാലും ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലായാലും ഒക്കെ തന്നെ അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനും ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം എന്നൊരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ സോമിൽ മെഹ്ത്ത അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണഭോക്താവാകാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഓഹരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ICICI ലൊംബാർഡും മാക്സ് ഹെൽത്തും ആണ് എന്നൊരു കാര്യം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അടുത്തതായിട്ടുള്ള മറ്റൊരു ചോദ്യം ഈ ഒരു ബജറ്റിന് ശേഷം FIS ഇന്ത്യയിലേക്ക് വലിയ രീതിയിൽ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. FISനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ FISനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ഏകദേശം ഒരു 22% ആ ഒരു നിരക്കിലേക്ക് കുറയ്ക്കുമോ എന്നുള്ളതൊക്കെ തന്നെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 12 ലക്ഷം കോടി രൂപയിലേക്കൊക്കെ മുകളിലേക്ക് കടക്കുമോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ PLI സ്കീം നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഇലക്ട്രോണിക്സ് മേഖലയിലേക്കും റിന്യൂവബിൾ മേഖലയിലേക്കും ഒക്കെ തന്നെ ഏത് രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് മുന്നേറും എന്നുള്ളതൊക്കെ തന്നെ ഈ വരുന്ന ബജറ്റിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കീ ടു വാച്ച് ആയിരിക്കും. ഇതിനൊക്കെ ശേഷം മാത്രമേ ഒരു FISൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചുവരവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂ. ഇത് മാത്രം പോരാ, കൂടാതെ ഇന്ത്യൻ ഡൊമസ്റ്റിക്കലി പരിശോധിക്കുകയാണെങ്കിൽ ഏർണിങ്സിൽ കമ്പനികളൊക്കെ തന്നെ വലിയ രീതിയിൽ തന്നെ പുറകോട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ച പല കമ്പനികളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച ഒരു റിപ്പോർട്ട് ലഭ്യമായിട്ടില്ല. അതിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ IT കമ്പനികൾ വലിയ രീതിയിലുള്ള ഒരു ഇടിവിലേക്ക് പോകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു രീതിയിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ബാങ്കിങ് മേഖല പരിശോധിക്കുകയാണെങ്കിലും ചില പ്രധാനപ്പെട്ട ബാങ്കിങ് ഓഹരികളിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ബാങ്കിങ് മേഖലയിലെ ഇടിവ് എന്ന് പറയുന്നത് ഒരു ജനറൽ ട്രെൻഡല്ല. എന്നാൽ കൺസംഷൻ മേഖല പരിശോധിക്കുകയാണെങ്കിലും ഇൻഡസ്ട്രിയൽസ് മേഖല പരിശോധിക്കുകയാണെങ്കിലും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ രണ്ട് മേഖലയിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബജറ്റ് കൊണ്ട് തന്നെ അതിന് വലിയ രീതിയിൽ തന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് കൺസംഷൻ ബൂസ്റ്റ് നൽകാൻ വേണ്ടിയിട്ടും ഒരു ബജറ്റിന് സാധിക്കും. ഇൻഡസ്ട്രിയൽ മേഖലയ്ക്കാണെങ്കിൽ കൂടുതൽ സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടും ഒരു ബജറ്റിന് സാധിക്കും. അതായത് ഫിസ്ക്കൽ മെഷേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മേഖലകളിലാണ് ഈ പ്രാവശ്യത്തെ ഒരു ക്വാർട്ടർ റിസൾട്ടൊക്കെ പരിശോധിക്കുമ്പോഴും ഒരു ഇടിവുണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് നിലവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കൂടാതെ DIIs നിലവിലിപ്പോൾ മാർക്കറ്റിനെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിലിപ്പോൾ ഇയർ ടു ഡേ ഈ ഒരു വർഷം പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 46,000 കോടി രൂപയുടെ ഒരു ബൈയിങ് ആണ് DISൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് മാർക്കറ്റ് വലിയ രീതിയിൽ കറക്റ്റ് ചെയ്യപ്പെടാത്തത് എന്നൊരു കാര്യം കൂടി അദ്ദേഹം ഇപ്പോൾ പറയുന്നു. മ്യൂച്വൽ ഫണ്ട് SIP വഴി ഇപ്പോഴും ഏകദേശം 25,000 കോടി രൂപ ഒരു മാസം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ഒരു പോസിറ്റീവാണ്. അതേസമയം മാർക്കറ്റ് കറക്റ്റ് ചെയ്യേണ്ട രീതിയിൽ കറക്റ്റ് ചെയ്യാതെ നിലവിലിപ്പോൾ മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിനെ ഒരു ഓവർ വാല്യുവേഷൻ ടെറിട്ടറിയിൽ തന്നെ നിലനിർത്തുന്നതാണോ, പല ഓഹരികളും നിലവിലിപ്പോൾ മുകളിലോട്ട് പോകാതെ സ്റ്റാൻഡ് സ്റ്റിൽ ആയിട്ട് നിലനിൽക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണം എന്നത് ഒരു സംശയം കൂടി നിലവിലിപ്പോൾ വർദ്ധിച്ചു വരുന്നു. കൂടാതെ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു 5 വർഷത്തെ ഏറ്റവും വലിയൊരു ക്യാഷ് പൊസിഷൻസ് നിലവിലിപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് എവിടെ കറക്റ്റ് എമൗണ്ട് ഡിപ്ലോയ് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നൊരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നു. അങ്ങനെ മുഴുവനായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് അല്ല നിലവിലിപ്പോൾ മിറായ് അസറ്റ് ഷെയർ ഖാനിൽ നിന്നും നിലവിലിപ്പോൾ സോമിൽ മെഹ്ത്ത നിലവിലിപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് എന്നൊരു വാർത്ത കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഇതല്ലെങ്കിൽ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ബജറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. കാരണം സാധാരണഗതിയിൽ ബജറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു ജനുവരി മാസം മുതലേ നമുക്കതിൻ്റെ ഒരു ഓളം നമുക്ക് വിപണിയിൽ കാണാൻ സാധിക്കുമായിരുന്നു. കാണുന്നില്ല, കാരണം ബജറ്റ് എന്നൊരു പേര് പോലും പലയിടത്തും നമ്മൾ കേൾക്കുന്നില്ല. എക്സ്പെക്റ്റേഷൻസ് കേൾക്കുന്ന വലിയ തോതിൽ പലതരത്തിലുള്ള പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്തു. പക്ഷേ അതിനോടൊന്നും തന്നെ വിപണിയോ നിക്ഷേപകരോ ഒന്നും വലിയ തോതിൽ റിയാക്ട് ചെയ്തില്ല. പക്ഷേ ഏതായാലും നമുക്ക് ബജറ്റിനെ അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബജറ്റ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കൊക്കെ ആദ്യം ഓർമ്മ വരുന്നത് റെയിൽവേ തന്നെയാണ്. കാരണം കഴിഞ്ഞ വർഷം വരെയുള്ളൊരു പാറ്റേൺ പരിശോധിക്കുമ്പോഴേക്കും റെയിൽവേ ഓഹരികൾ ബജറ്റിന് മുന്നോടിയായിട്ട് നമുക്ക് വളരെ ശക്തമായിട്ടൊരു റാലി ഒപ്പം തന്നെ ഡിഫൻസിലും കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണം ആ ഓഹരികൾ പലപ്പോഴും ഡിസംബർ 19 ശേഷമൊക്കെ വലിയ തോതിൽ നമുക്കൊരു റാലി കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യാനായിട്ട് ഈ ഓഹരികൾക്കൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും റെയിൽവേയുടെ ഒരു ഇത്തവണത്തെ ബജറ്റിനെ സംബന്ധിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായിട്ട്
പ്രധാനമായിട്ടും റെയിൽവേ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ, കാരണം ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ മാറ്റി നിർത്തുകയാണ്, പക്ഷേ എന്നിരുന്നാൽ പോലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റെയിൽവേയിൽ വളരെ റെവല്യൂഷണൈസ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഇപ്പോൾ വന്ദേ ഭാരതിനെയൊക്കെ പോലുള്ള സർവീസൊക്കെ പരിശോധിക്കുമ്പോഴേക്കും സാധാരണക്കാർക്കും പ്രീമിയം ലെവലിലുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എൻഷുർ ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ചിട്ട്, പ്രത്യേകിച്ചും ഇന്ത്യ പോലും ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ റെയിൽവേ എന്നൊരു സെഗ്മെൻറ്റ് വഹിച്ച പങ്കെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഇപ്പോൾ ലേബേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതാകട്ടെ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫ്രൈറ്റ് ഫെസിലിറ്റീസ് ഓഫർ ചെയ്യുന്നുണ്ട്, അങ്ങനെ വലിയ തോതിൽ ഇന്ത്യയുടെ ഒരു ഇക്കോണമിയായിട്ട് അത്രയധികം ഇഴചേർന്ന് കിടക്കുന്ന ഒരു സെക്ടറാണ് റെയിൽവേ എന്ന് പറയുന്നത്. സോ ഈ ഒരു 2027 ബജറ്റ് എസ്റ്റിമേറ്റ് പരിശോധിക്കുമ്പോഴേക്കും, ഫിനാൻഷ്യൽ ബജറ്റ് എസ്റ്റിമേറ്റ് പരിശോധിക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞ വർഷത്തേക്കാളും 2% മുതൽ 4% വരെ ഒരു വർധനവ് ബഡ്ജറ്റ് അലോക്കേഷൻ റെയിൽവേക്ക് വന്നേക്കാം എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കണക്കുകൾ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2.7 ട്രില്യൺ രൂപ മുതൽ 2.75 ട്രില്യൺ രൂപ വരെ ബജറ്റ് അലോക്കേഷനായിട്ട് റെയിൽവേ മിനിസ്ട്രിക്ക് ലഭിച്ചേക്കാം എന്നൊരു അനുമാനം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ബജറ്ററി എസ്റ്റിമേഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം 2.65 ട്രില്യൺ രൂപയായിരുന്നു. ഇനി പ്രധാനമായിട്ടും ഇത്തവണ ഈ ഒരു അലോക്കേഷൻ വരുമ്പോഴേക്കും ഗവൺമെൻറ് സർക്കാരിൻ്റെ ഒരു കീ നോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഫോക്കൽ പോയിൻ്റായിട്ട് വരിക കൂടുതൽ റെയിൽവേ ലൈനുകൾ അനുവദിക്കുക എന്നതിനപ്പുറത്തേക്ക് മോഡേണൈസ് ചെയ്യുക എന്നുള്ളത്, കൂടുതലായിട്ടൊരു ഇൻക്രിമെൻ്റലിസം എന്നൊരു പോളിസിയേക്കാൾ ഉപരി ഹൈ ക്വാളിറ്റി മോഡേണൈസേഷൻ എന്നൊരു കൺസെപ്റ്റിലേക്കായിരിക്കും റെയിൽവേ മന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അത്തരം ഒരു ഫോക്കസ് പോയിന്റിലേക്കായിരിക്കും എത്തുക എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റ് ഡീറ്റെയിൽസ് കൂടി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് സൂചിപ്പിക്കുമ്പോൾ ഒരു റെയിൽവേ ഒഫീഷ്യൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, നിലവിൽ റെയിൽവേയുടെ ഈ ഫെസിലിറ്റീസൊക്കെ ഒന്ന് മിനിമം ആയിട്ടൊന്ന് സർവൈവ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ആനുവലി 2.5 ട്രില്യൺ രൂപയുടെ ഒരു ആവശ്യം മിനിമൽ നീഡ് ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു സ്ഥാനത്ത് ഇത്തരമൊരു വലിയ അലോക്കേഷൻ വന്നു എന്ന് കരുതി വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ടുള്ളൊരു ഫോക്കസ് പോയിന്റ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ട്രാക്സ് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ റെയിൽവേ ലൈനുകൾ അനുവദിക്കുക എന്നതിനേക്കാൾ ഉപരി ഓൾറെഡി നിലവിലുള്ള റെയിൽവേ ലൈനുകളെ മോഡേണൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും പ്രൈം ആയിട്ട് വരുന്ന ഒരു കൺസേൺ. നടത്തി വന്നിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളോട് നമ്മളിപ്പോൾ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഇപ്പോൾ ഇലക്ട്രിഫിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടന്നിട്ടുണ്ടാകും. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോൾ കുറച്ചുകൂടി, അതായത് നമ്മൾ ബാക്കിയുള്ള പല രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ റെയിൽവേ ഫെസിലിറ്റി വളരെ ബാക്കിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതിലുള്ള കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, 10-50 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സർവീസുകളൊന്നും നമുക്ക് ഓർക്കരുത്. ബട്ട് സ്റ്റിൽ ഇന്ത്യ പോലൊരു ഡെവലപ്പിംഗ് നേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ലൂട്ട് ചെയ്യപ്പെട്ട ഒരു രാജ്യമാണ്. അവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് വളർന്നെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ റെയിൽവേ ലൈനിൻ്റെ കേസൊക്കെ സൂചിപ്പിക്കുമ്പോൾ ഇലക്ട്രിഫിക്കേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്നാണ് ഗവൺമെൻറ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. കവച് 4.0 ഡിപ്ലോയ് ചെയ്തേക്കും എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിഗ്നലിംഗ് സംവിധാനങ്ങൾ വരാനുള്ളൊരു സാധ്യത, അതിന് വേണ്ടുന്ന അലോക്കേഷൻ ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു ഇലക്ട്രിഫിക്കേഷൻ എന്നതിനേക്കാൾ ഉപരി പ്രധാനമായിട്ടും അവരുടെ ഒരു ഷിഫ്റ്റ് വരിക കപ്പാസിറ്റി ഓഗ്മെൻറ്റേഷൻ ആയിരിക്കും. പ്രത്യേകിച്ചും ട്രാക്സ് നിലവിൽ ഇപ്പോഴും പല സ്ഥലത്തും, ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെയും പലയിടത്തും കണ്ടിട്ടുണ്ട്, ഒരു ട്രാക്സിൻ്റെ ഒരു അനവൈലബിലിറ്റി ഉണ്ട്. സോ ഡബിളിംഗ് ട്രാക്സ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്, ഗേജ് കൺവേർഷനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഫ്രൈറ്റ് കോറിഡോഴ്സ്, അതായത് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോഴ്സിനുള്ള ഒരു സാധ്യത കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. ഓൾറെഡി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് അനുസരിച്ച് സൂചിപ്പിക്കുമ്പോഴേക്കും ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഓൾറെഡി ഫംഗ്ഷനിങ് ആണ്. ഇനി ഒരു പക്ഷേ വരുന്ന ബജറ്റിൽ ഈസ്റ്റ് വെസ്റ്റ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോഴ്സ്, നോർത്ത് സൗത്ത് ഫ്രൈറ്റ് കോറിഡോഴ്സ്, ഈസ്റ്റ് കോസ്റ്റ് ഫ്രൈറ്റ് കോറിഡോർ, സദേൺ ഫ്രൈറ്റ് കോറിഡോഴ്സ് തുടങ്ങിയവയ്ക്കൊക്കെ ഒരു പക്ഷേ അലോക്കേഷൻ വന്നേക്കാം എന്നൊരു എക്സ്പെക്റ്റേഷൻ കൂടി ഇപ്പോൾ പറയുന്നുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ റെയിൽവേ സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഈ ഒരു ബജറ്റിൻ്റെ അലോക്കേഷൻ വരുമ്പോഴും പലപ്പോഴും പല ഡിപ്പാർട്ട്മെൻറ്റ്സിനും അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ റെയിൽവേ സംബന്ധിച്ചിട്ട് ഡിസംബർ വരെയുള്ള കണക്കുകൾ എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ വർഷം നൽകിയിരുന്ന ആ ഒരു അലോക്കേഷൻ്റെ 80% മുകളിലും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചിട്ടുണ്ടെന്ന് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് മാക്സിമം ഈ ഒരു ഫിനാൻഷ്യൽ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ലഭിച്ചിരിക്കുന്ന എല്ലാ ഫണ്ടും കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുമെന്ന് കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി
ഡെറ്റ് മാനേജ്മെൻറ്റും, അതായത് നിലവിലത്തെ ഒരു പശ്ചാത്തലം പരിശോധിക്കുമ്പോഴേക്കും കമ്പനിക്ക് റെയിൽവേക്ക് ഒരു കൊമേഴ്സ്യൽ ബോറോയിങ്, ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിനായിട്ട് കൊമേഴ്സ്യൽ ബോറോയിങ്ങിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. പ്രധാനമായിട്ടും ഈ ഒരു ബഡ്ജറ്റിന് ലഭിക്കുന്ന അലോക്കേഷൻ വഴിയാണ് റെയിൽവേ പ്രവർത്തിക്കുന്നതെന്ന് കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു മാനേജ്മെൻറ്റ് കൂടുതലായിട്ട് എഫിഷ്യൻ്റായിട്ട് കൊണ്ടുപോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്രൈറ്റ് കോറിഡോഴ്സിന് പുറമെ ഇക്കണോമിക് കോറിഡോഴ്സ് കൂടി ഒരു പക്ഷേ ഈ ഒരു റെയിൽവേയുടെ അലോക്കേഷൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചേക്കാം എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിർബന്ധമായിട്ടും കേന്ദ്ര സർക്കാർ ഒഫീഷ്യൽസിൻ്റെ അടക്കം അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയേക്കാം എന്നുകൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിൽ വാക്കൗട്ട് അല്ലെങ്കിൽ സിസ്റ്റത്തിന് പുറത്തേക്ക് പോകേണ്ടി വരും എന്നുകൂടി, പ്രത്യേകിച്ചും പ്രൈവറ്റ് പ്ലെയേഴ്സിനടക്കമാണ് അത്തരമൊരു കോഷൻ നൽകിയിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ പറയുന്ന ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മേഖലയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് തന്നെയാണ്. അത്ര വളരെ കണിശമായിട്ടൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയേക്കാം എന്നുകൂടി പറയും. ചുരുക്കത്തിൽ റെയിൽവേ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നിലവിലുള്ളത്. ഇവിടെ സംബന്ധിച്ചിടത്ത് പറഞ്ഞിരിക്കുന്ന ഓഹരിയെ പറ്റിയിട്ടുള്ള വാർത്തകളൊന്നും തന്നെ ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ഉപദേശം തേടിയതിന് ശേഷം മാത്രം നടപ്പിലാക്കുക. തിങ്കളാഴ്ച മാർക്കറ്റ് അവധിയായതുകൊണ്ട് അന്ന് നമ്മുടെ ഓപ്പണിംഗ് അവേഴ്സിൻ്റെ ഒരു സെഷൻ ഉണ്ടാവുന്നതല്ല. ചൊവ്വാഴ്ച ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening Hours with MyFin.